നമുക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും കൂടാതെ ഇവരുടെ കൂടെയുള്ള ഒരു ഹോൾ ടീമിനെ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വർക്ക് പത്തനംതിട്ട റാന്നിയിലായിരുന്നു കേട്ടോ. അസിസ്റ്റൻസിനും ഗസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ ഫോർമർ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ബ്രൈഡായിട്ട് ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഹെവി ലെയറിംഗ് വേണ്ട, പക്ഷെ ഫേസ് നല്ല ഗ്ലോവി ആയിരിക്കണം എന്ന് ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ഗ്ലോ കൂടി പോയോ എന്ന് ബ്രൈഡിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹെയർ ഒക്കെ നമ്മൾ ആൾക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി ഡേ ലൈറ്റിൽ കുറച്ച് ഷൂട്ട്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഡേ ലൈറ്റിൽ അപ്പിയർ ആവുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ കൊടുക്കുന്നതിനേക്കാളും ഗ്ലോ കുറച്ച് കുറവായിട്ട് തന്നെയായിരിക്കും ഡേ ലൈറ്റിൽ അപ്പിയർ ആവുന്നത്. ഇനി ഇത് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആദ്യം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ കണ്ട ആ ഒരു ഗ്ലോ തന്നെ ആയിരിക്കും. മേക്കപ്പിനെ കുറിച്ച് അധികം ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു ഗ്ലോ എന്നുള്ളത് ഓയിലി ആയിട്ടും തോന്നും. പിന്നെ നമുക്ക് ഗ്രൂമിനും മേക്ക് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. ഫേസും ഹെയറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് കിട്ടാനായിട്ട് തന്നെ കുറച്ച് ഡിലേ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂമിന്റെ സിസ്റ്റർ അമ്മ, ബ്രൈഡിന്റെ സിസ്റ്റർ അമ്മ, ഇവരുടെയൊക്കെ കസിൻസ്, ഇങ്ങനെ നമുക്ക് കുറെ പേരെ എക്സ്ട്രാ ചെയ്യാനുണ്ടായിരുന്നു. ഇവരുടെ ഫാമിലിയിൽ തന്നെ മറ്റൊരു കല്യാണം അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം.